സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. ഉൽപ്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇന്ത്യക്ക് കൈവരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ആ പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോഴിത് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് മേക്ക് ഇൻ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ CITU രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നാണ്. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? മേക്കിംഗ് ഇന്ത്യ എന്ന പദ്ധതി പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി എന്നുള്ളൊരു വരി രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, നമ്മുടെ വന്ദേ ഭാരത് പോലുള്ള അതിസ്പീഡ് ട്രെയിൻ വന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, ഹൈഡ്രജൻ ട്രെയിൻ വരുന്നു. അപ്പോൾ റെയിൽവേയിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ വലിയ വികസനം, പുതിയ നൂതനമായ വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഉള്ളത് ഇങ്ങനെ എസ്റ്റാബ്ലേറ്റ് ചെയ്ത് പോകുന്ന, ഇപ്പം സാധാ റോഡ് NH ആവുന്നു, അങ്ങനെ പോണ വികസനമുണ്ട്. അല്ലാതെ പുതിയത് കണ്ടുപിടിക്കുന്ന വികസനമുണ്ട്. പുതിയ കാര്യങ്ങൾ നൂതനമായത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ബുള്ളറ്റ് ട്രെയിൻ, ഹൈഡ്രജൻ ട്രെയിൻ, ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഇന്ത്യ റെയിൽവേ മേഖലയിൽ. അങ്ങനെ ഓരോ മേഖലയിലും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചൈനയെ പോലുള്ള മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഇതിൽ വലിയൊരു അസ്വസ്ഥത വരികയും ചെയ്യും. അത് സ്വാഭാവികമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ 140 കോടി ജനങ്ങളെന്ന് പറഞ്ഞാൽ 800 കോടിയിൽ 140 കോടി ജനങ്ങൾ ഒറ്റ സ്പീറിൽ കിടക്കുകയാണ്. അതെ, ബാക്കി വരുന്ന 140 പോയിട്ട് 800 കിടക്കുന്ന ബാക്കി വരുന്ന 560 അല്ലെങ്കിൽ 660 കോടി എന്ന് പറയുന്നത് 150 രാജ്യങ്ങളിലല്ല, 200 രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതെ, ചെറിയ സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതേസമയം ഒന്നിച്ചൊരു 140 കോടി ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒറ്റ യൂണിറ്റി ആയിട്ട് കിടക്കുന്ന സ്ഥലം ഭാരതം മാത്രമേ ഉള്ളൂ, ചൈന കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും എല്ലാം ആരെ പുറത്ത് കണ്ണു കാണും? ഇന്ത്യയുടെ പുറത്ത് കണ്ണാണ്. ഈ പടക്ക നിർമ്മാണമൊക്കെ ഉണ്ടല്ലോ, പടക്കമൊക്കെ അവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് വ്യാപകമായിട്ട്. അതെ, കളിപ്പാട്ടം. അതെ. ഇപ്പോൾ ഇന്ത്യ പക്ഷേ മേക്കിംഗ് ഇന്ത്യയിൽ ഈ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ, ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പടക്കം, കളിപ്പാട്ടം, ചെറിയ സാധനങ്ങളൊക്കെ മേക്ക് ഇൻ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം CITU, AITUC, CBMS എന്നുള്ളതല്ല. ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ അവകാശത്തിന് തന്നെയായിരിക്കും സമരം തുടങ്ങുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആളുകളെ പിരിച്ചുവിട്ട കാര്യങ്ങൾ, ഈ പിരിച്ചുവിടലിൽ പല ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. യൂണിയൻ്റെ നേതാക്കളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ തെറ്റ് ചെയ്താലും യൂണിയൻ പലപ്പോഴും സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട് പലയിടത്തും കാണാൻ പറ്റും. നേതാക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സമരം നടത്തുന്ന എത്രയോ ഇൻസിഡൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുണ്ട്. വേതന വർധന കൊടുക്കുക, പിന്നെ അവരുടെ ഇൻസെൻറ്റീവുകൾ കൊടുക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുക, അതങ്ങനെ സമരം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ട്രേഡ് യൂണിയനുകൾ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്തെന്ന് വെച്ചാൽ മുതലാളിമാർ മൂരാച്ചികളാവും. ഘട്ട ചൂഷണമായിരിക്കും നടക്കുന്നത്. അസംഘടിത മേഖലയിലൊക്കെ നമ്മൾ കാണുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളി സംഘടനകളെ നമുക്ക് വ്യവസ്ഥാപിതമായ തൊഴിലാളി സംഘടന ഇല്ലാതെ പോകുന്നത് ശരിയല്ല. കാരണം ഇവിടെ ഇപ്പുറത്ത് ഭയങ്കര ചൂഷണമായിരിക്കും നടക്കുന്നത്. ഒന്നും കൊടുക്കത്തില്ല, അവർക്ക് തോന്നിവാസമായിരിക്കും. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പം വ്യവസ്ഥാപിതമായ സംഘടന വേണം. സംഘടനയും ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളും വേണം, സ്ഥാപനവും വേണം. സ്ഥാപനം കൂടെ നിന്നാലേ നമുക്ക് പ്രസക്തിയുള്ളൂ. അതെ, സ്ഥാപനം പൂട്ടിയിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു സംഘർഷ മേഖലയാണ്. അതുപോലെ സമവായത്തിൻ്റെ മേഖലയും കൂടെയാണ്. തൊഴിലാളിയുടെ ലാഭമാണ് ഇപ്പം ഒരു കണക്കുകളൊക്കെ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ തൊഴിലാളിയുടെ ലാഭം കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ അധ്വാനം കൂടിയാണ് മുതലാളിക്ക് ലാഭമായി വരുന്നത്. അല്ലാതെ മുഴുവൻ മുതലാളിയുടെ പൈസ അല്ലല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം തൊഴിലാളിയുടെ തൊഴിലാണ്. സർ, മുതലാളിയുടെ മൂലധനവും തൊഴിലാളിയുടെ തൊഴിലെന്ന് പറയുന്നത് ഒരു മൂലധനമാണ്. ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ അതൊരു ക്യാപിറ്റലാണ്. അവരുടെ ബുദ്ധി, അവരുടെ ഇപ്പോൾ ഏത് സ്ഥാപനം എടുത്ത് നോക്കും, അവരുടെ ബുദ്ധി, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അങ്ങനെ ബൗദ്ധികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധി ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അതെ, കായികമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ കായിക ബലം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ ചേർത്തിട്ടാണ് ലാഭം വരുന്നത്. അല്ല മുതലാളിമാർ പലരും ധരിക്കുന്നത് ഞങ്ങൾ പൈസ വിട്ടിട്ടുണ്ട്, അങ്ങനല്ല, തിരിച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ തൊഴിലാളികളും വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങളുടെയും കൂടെ ഇപ്പോൾ കോപ്പറേറ്റീവ്, നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് പോകുന്നതാണ്. കാരണം അത് ഈ ഒരു വേറെ കൺസെപ്റ്റിൽ ഓടുന്നതുകൊണ്ടാണ്. തൊഴിലാളികൾ കൂടി അതിനകത്ത് പങ്കാളിത്തമുള്ള വേറെ കൺസെപ്റ്റ്. ഇപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ലോകത്താകെ വലിയ വ്യവസായമായിട്ടൊക്കെ പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ സാധാരണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറി പൂട്ടിപ്പോയാലും സ്ഥാപനം പൂട്ടിപ്പോയാലും നമ്മളുടെ വാശി നടക്കണം എന്നുള്ള രീതിയിലുള്ള സമരങ്ങൾ പലപ്പോഴും ഭാരതത്തിലും കേരളത്തിലുമൊക്കെ നടക്കാനാണ്. അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ചാൻസ് നോക്കി ആര് കയറി ഇടപെടുകയും ചെയ്യും. ഇപ്പം ഇവിടെ ഏതെങ്കിലും ഒരു വലിയ കമ്പനിക്കെതിരെ എന്തെങ്കിലും സമരം നടക്കുകയാണെങ്കിൽ CITO, AITU സംഘടന പ്രഖ്യാപിച്ചാൽ അന്താരാഷ്ട്ര സംഘടനകളോ അന്താരാഷ്ട്ര ഏജൻസികളോ ഒക്കെ അതിന് പറ്റുമോ? കണ്ണിലെണ്ണ ഒഴിച്ച് അതിന് പറ്റുമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്ത് കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കുക. പല രൂപത്തിലായിരിക്കും. സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കുക, മറ്റ് ഭൗതിക സഹായം ചെയ്യുക, അത് ചെയ്യും. അതിനെ പൊളിക്കുക. ഈ
കോവിഡിന് ശേഷം ചൈനയിൽ നിന്ന് വിട്ടുപോയ പല കമ്പനികളും ഇന്ത്യയിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ആപ്പിൾ അവർ ഈ ഫോൺ മൊബൈൽ നിർമ്മാതാക്കൾ അവർ ഇന്ത്യയിൽ വരുന്നു. അവരുടെ ചിപ്പ് ഇതാ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് അവരടുത്ത നീക്കം നടത്തുന്നു. അത് വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ചെറിയ കാര്യമല്ല, വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ ഇൻവെസ്റ്റ്മെന്റിനെ അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. അതാ ഞാൻ പറഞ്ഞ, ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, കുടുംബങ്ങളെ ബാധിക്കും, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ ബാധിക്കും, നമ്മുടെ സമ്പത്തിനെ ബാധിക്കും. ചോദിക്കാൻ കാര്യം, ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ മോദി വലിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു, വലിയ ഇൻവെസ്റ്റ്മെന്റ് FDI ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷെ അതിനെ ഈ തരത്തിൽ തുരങ്കം വയ്ക്കാനുള്ള ചില സന്ദേശം, അല്ലെങ്കിൽ അതിന് അങ്ങനെ തുരങ്കം വയ്ക്കും എന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുകയാണ് നമ്മുടെ ചില തൊഴിലാളി അതിപ്പോൾ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പല സമരങ്ങളിലും തീവ്രവാദി സംഘടനകൾ, അർബൻ നെക്സ്റ്റൈറ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എവിടെ തുഴഞ്ഞു കയറും, ഈ സമരങ്ങളുടെ പിന്നിൽ നിൽക്കും. സമരം ഉണ്ടെങ്കിൽ അവരവിടെ കയറും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ശക്തികളും എന്ത് ചെയ്യും, ഈ സമരത്തെയൊക്കെ ഹൈജാക്കി. ഇപ്പോൾ CIA സമരമൊക്കെ നടന്നപ്പോൾ CIA സമരത്തെ ലോകത്തിലെ പല രാജ്യങ്ങളും കയറി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സംഘർഷം വരികയല്ലേ രാജ്യത്ത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ക്ലിയർ? കർഷക സമരത്തിലൊക്കെ ഒരുപാട് ഫണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ശരി തെറ്റുകൾ അറിയില്ല. പക്ഷേ വാർത്തകൾ പല രൂപത്തിൽ നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ഫണ്ടൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വരും. സാർ, ഇപ്പോൾ ചെന്നൈയിലെ ശ്രീപെരുമ്പുത്തൂരിൽ സാംസങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ ഈ ഫ്രിഡ്ജ് TV ഒക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റാണ്. അവിടെ മാനേജറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഘർഷാത്മകമായ സമരം അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അവസാനം സാംസങ് കമ്പനിക്കാർ അവരുടെ മുന്നിൽ മുട്ടുമടക്കി ഈ 3 പേരെയും പിന്നീട് അതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത 20 പേരെയും, ഈ മാനേജറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഈ 3 പേരെയും പിന്നാലെ വന്ന 20 പേരെയും, അങ്ങനെ 23 പേരെ ആകെ സസ്പെൻഡ് ചെയ്തു. അവരെല്ലാം തിരിച്ചെടുത്ത് ഇവർ അവരുടെ മുന്നിൽ, CITUവിൻ്റെ മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം അതാണ് ഞാൻ പറഞ്ഞത്. CITU ആയാലും AITC ആയാലും അല്ലെങ്കിൽ ഏത് തൊഴിലാളി സംഘടന ആയാലും അവർ എങ്ങനെയാണ് പോകേണ്ടത്? ഒരു മുതലാളി അല്ലെങ്കിൽ ഒരാളൊരു ബിസിനസ് മാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ ന്യായമായ കാര്യങ്ങൾ നടക്കണം. പക്ഷെ അന്യായമായ കാര്യം, ഇപ്പോൾ അവിടെ എന്തിൻ്റെ പേരിലാണ് ഈ മാനേജരെ ഉപദ്രവിച്ചെന്നറിയില്ല. മാനേജർ ഭാഗത്തു നിന്നുള്ള പ്രശ്നം അത് നമുക്കറിയില്ല. അതിന് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കണം. പക്ഷെ അവിടെ ഈ അതാ ഞാൻ പറഞ്ഞത്, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തേണ്ടത്, നടപടികൾ വേറെ രൂപത്തിലാണ് പോകേണ്ടത്. പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യുന്നവരെ സംഘടനയുടെ പേരിൽ എന്ത് ചെയ്യാറുണ്ട്? സംരക്ഷിക്കപ്പെടാറുണ്ട്. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇല്ലാതാവുന്നത് എന്താണ്? ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതില്ലാതെ നോക്കാൻ ശ്രമിക്കണം ഇവർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ വലിയ സമരങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സ്ഥലമാണ്, അറിയുന്നില്ല. അവിടെ ഇപ്പോൾ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇന്ത്യയിലെ ഈ പറയുന്ന വിദേശ നിക്ഷേപം നടത്തുന്ന കമ്പനികളെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി വന്ന് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വരുമ്പോൾ മറ്റ് കമ്പനികൾക്കും വേറെ മെസ്സേജ് പോകും. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, ഒരു വശത്ത് ചൂഷണത്തിൻ്റെ മേഖലയുണ്ട്, മറുവശത്ത് സമവായത്തിൻ്റെ രംഗമുണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ ആയാലും ഇപ്പുറത്ത് നിൽക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നവരായാലും അവർ രണ്ട് കൂട്ടരും ഒരു സമവായ ലൈനിൽ പോയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് FDI ബാധിക്കും, മേക്ക് ഇൻ ഇന്ത്യ ബാധിക്കും. ഈ ഗ്യാപ്പ് നോക്കി വിദേശ രാജ്യങ്ങൾ നന്നായി, പ്രത്യേകിച്ചും ചൈന പോലുള്ള രാജ്യങ്ങൾ കൃത്യമായി ഭാരതത്തിൽ, കാരണം അവരുടെ വലിയ വിപണിയാണ് ഇവിടെ. ഇവിടെ മുട്ടുസൂചി തൊട്ട് അവർക്ക് വിൽക്കാൻ പറ്റുന്നൊരു വിപണിയാണ്, ചെറിയ വിപണിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പടക്കം വരെ, നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാക്കുന്ന പടക്കം വരെ എവിടെ നിന്ന് വരുന്നു? ചൈനയിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്, പ്രോഡക്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മേക്ക് ഇൻ ഇന്ത്യയെ ബാധിക്കും, മറ്റ് കമ്പനികളെ ബാധിക്കും. തൊഴിലാളി സംഘടനകളും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പുനർവിചിന്തനം നടത്തി ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെയും ചിന്തിക്കണം, മാറി ചിന്തിക്കണം, തീർച്ചയായിട്ടും മാറി ചിന്തിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.